Hi guys, this is your Cinema Maniac. So, പൊരുൾ കരിക്കിൻ്റെ ലേറ്റസ്റ്റ് വെബ് സീരീസ് ഡയറക്റ്റഡ് ബൈ ഗൗതം സൂര്യ. കരിക്ക് പൊതുവേ ഈ തരത്തിലുള്ള ഈ ട്രാക്കിലുള്ള ഒരു സീരിയസ് ഇമോഷണൽ സംഭവങ്ങൾ അധികം ചെയ്തിട്ടില്ല. പൊതുവേ കോമഡിയാണ് അവരുടെ ഒരു ലൈൻ. എൻ്റെ എനിവേസ് അതാണ് ഇന്നത്തെ പോയിൻ്റ് ഓഫ് ദ ടോക്ക്. ആൻഡ് അവസാനത്തെ എപ്പിസോഡ് കണ്ടു ആൻഡ് ഇഷ്ടപ്പെട്ടു. മീൻസ് ആ ഒരു ഇമോഷണൽ സംഭവം അവർ കാണിക്കാൻ ഉദ്ദേശിച്ച ആ ഒരു ഇമോഷണൽ സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ട് ടിൽ ദ ക്ലൈമാക്സ്. അതിനെപ്പറ്റി പറയും. ആ ക്ലൈമാക്സ് ആണ് ശരിക്കും എന്താ പറയുക, ഈ ഒരു ഇങ്ങനെ സംസാരിക്കാൻ തന്നെ എനിക്ക് കാരണമായി മാറിയത്. അപ്പോൾ ഇത് കാസ്റ്റ് എന്ന് പറയുമ്പം അനു കെ അനിയൻ, അതോളം തന്നെ മാല പാർവതി, ജെയിംസ് എലിയ, ആൻ സലീം, ഉണ്ണി മാത്യൂസ്, അപ്പുണ്ണി ശരത്ത് അവരൊക്കെയാണ്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ആദ്യത്തെ ഒരു 4 എപ്പിസോഡിലൂടെ നമുക്ക് ആ ഒരു ഇമോഷണൽ സംഭവം ഇവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ആസ് എ പ്രേക്ഷകൻ എനിക്ക് കണക്ട് ചെയ്തു. പ്രത്യേകിച്ച് എന്താ പറയുക, അനു കെ അനിയൻ്റെ ഒക്കെ ആ ഒരു പെർഫോമൻസ് പൊളിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചെറിയ റോളുകളിൽ വരുന്നവരുടെ ആയാലും, ജെയിംസിലെ മാല പാർവതിയുടെ ആയാലും, ആൻ സലീമിൻ്റെ ആയാലും എല്ലാവരുടെയും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഉദാഹരണത്തിൽ സുധാകരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിൽ വരുന്നുണ്ട്. ഒരു അവസാനത്തെ എപ്പിസോഡിലൊക്കെ ആ ക്യാരക്ടർ, പിന്നെ ഒരു അധ്യാപകൻ്റെ ക്യാരക്ടർ, അങ്ങനെ ചില ക്യാരക്ടേഴ്സ് എനിക്ക് ലൈക്ക് കണക്റ്റ് ആയില്ല. ഈ സീരീസിൽ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് എന്താണ് എന്നുള്ളതിൽ അതെൻ്റെ മുമ്പിൽ ഒരു ചോദ്യമായിട്ടായിരുന്നു സീരീസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ വന്നത്. ആൻഡ് ക്ലൈമാക്സ്, അതാണ് പറയാനുള്ളത്. അതായത് ക്ലൈമാക്സ് പ്രഡിക്റ്റബിളാണ്. അവസാനത്തെ എന്താ പറയുക, എപ്പിസോഡ് ഇങ്ങനെ കഴിയാറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ക്ലൈമാക്സ് എന്നുള്ളത്. കാരണം അത്ര ഐക്കോണിക് ആയിട്ടുള്ളൊരു മലയാളം മൂവി ക്ലൈമാക്സ് ആണത്. അത് വേണ്ടിയിരുന്നില്ല. മീൻസ് അത്ര ആ ഒരു 4 എപ്പിസോഡ് അങ്ങനെ ആ ഇമോഷണൽ സംഭവങ്ങളൊക്കെ കണക്റ്റായി അങ്ങനെ വന്നിട്ട് ആ ക്ലൈമാക്സ് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര ഫോഴ്സ്ഡ് ആയി പോകണമെന്ന് തോന്നി. വേറെ എന്തെങ്കിലും അവർക്ക് അവിടെ ട്രൈ ഔട്ട് ചെയ്യാമായിരുന്നു. ഇപ്പം അനു കെ അനിയൻ്റെ രവിയുടെ അച്ഛൻ്റെ ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്ലൈമാക്സ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുധാകരൻ്റെ ക്യാരക്ടറിനെയൊക്കെ റിലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ക്ലൈമാക്സ് ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടെ നല്ലൊരു വേറൊരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ട്രൈ ചെയ്യാമായിരുന്നു. ഇത് കറക്റ്റ് ആ ക്ലൈമാക്സ് വന്നപ്പം അത് ആസ് എ പ്രേക്ഷകൻ അത്രയും നേരത്തെ ആ ഒരു ജേർണി ആ ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് ആ ക്ലൈമാക്സ് അങ്ങ് വർക്കായില്ല. സോ എന്താ ഇതാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് യുവർ സിനിമ മാനിയാക് സൈനിങ് ഓഫ്.